മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ്. മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള അവിടേക്ക് ആളുകളുടെ താമസം മാറൽ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 25-നും 30-നും ഇടയിലുള്ള ദിവസങ്ങളിലായി ആളുകൾ താമസിക്കും. ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതനായിട്ടുള്ള ചന്ദ്രേട്ടന്റെ വീടാണ്. ആ വീടിന്റെ അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. TV ഒക്കെ വെക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല ഫർണിച്ചറുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫർണിച്ചറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മേശ, കസേര അതെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അടുക്കളയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള കബോർഡുകളും ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം പൂർണ്ണാർത്ഥത്തിൽ താമസയോഗ്യമായിട്ടുള്ള വിധത്തിലാണ് ഇപ്പോൾ വീടുള്ളത്. ഇത് മേപ്പാടിക്കടുത്ത് തന്നെ, മേപ്പാടിക്കും മുട്ടിലിനും ഇടയിൽ തൃക്കേപ്പറ്റയ്ക്ക് അടുത്താണ് ഈ സ്ഥലമുള്ളത്. വെള്ളിത്തോട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് വീടുകളുടെ നിർമ്മാണം. ഇതൊരു മുറിയാണ്, വളരെ വലിയൊരു മുറി. അതിൻ്റെ ഒപ്പം അതിനോട് ചേർന്ന് തന്നെ ഒരു ശുചിമുറി നമുക്ക് കാണാൻ കഴിയും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ശുചിമുറി നമുക്ക് കാണാൻ കഴിയുന്നു. അതിനോട് ചേർന്ന് മറ്റൊരു മുറി കൂടി നമുക്ക് കാണാം. അതിന് തൊട്ടു പിന്നാലെ അടുത്തൊരു മുറി, ഇവിടെ കട്ടിലടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു മുറിയാണ്. 2 ബാത്റൂമുകളാണുള്ളത്. ഒരു കോമൺ ഒരു കിച്ചൺ ഉണ്ട്. ഒപ്പം തന്നെ 2 ശുചിമുറികളുണ്ട്, 3 മുറികളുണ്ട്, ഒരു ലിവിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ വീടാണ്. ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ താമസിക്കാൻ വേണ്ടി വരുന്നു. വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഏതാണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതും ആഹ്ലാദകരമാണ്. എല്ലാ തരത്തിലും ദുരന്തബാധിതരെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയും സ്വാഗതാർഹമാണ്. ചന്ദ്രേട്ട, എങ്ങനെയുണ്ട് വീടിന്റെ ഒരു അവസ്ഥ? എങ്ങനെയുണ്ട്? എന്താ അടിപൊളിയായി. നിങ്ങളെ കാഴ്ച തന്നെ കാണുന്നല്ലേ, വളരെയധികം സന്തോഷമുണ്ട്. ഗംഭീരമായി. ഇനി താമസിക്കാം, ഇവിടെ ഒന്ന് സുഖമായി കിടന്നുറങ്ങാം. ഹാപ്പിയാണ്. ഇതാണ് ചന്ദ്രേട്ടന്റെ വാക്കുകൾ. അതാണ് അത്രയും മനോഹരമായിട്ട് മുസ്ലിം ലീഗ് ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ കാണാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് 51 വീടുകളാണ് ഇപ്പോൾ താമസം മാറുന്നത്. അതുകൂടാണ്ട് അനുബന്ധമായിട്ട് 54 വീടുകളുടെ നിർമ്മാണം കൂടി നടക്കുന്നുണ്ട്. അത് എന്തായാലും ഇത്രയും വിപുലമായ രീതിയിൽ 2 പ്ലോട്ടുകളിലായി ഈ സൗകര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഓരത്ത് തന്നെ സ്ഥലത്ത് തന്നെയാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇനി ആളുകൾ കയറി താമസിക്കുന്നു. അത് 25-നും 30-നും ഇടയിലുള്ള ദിവസങ്ങളിലായി അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ ദുരന്തബാധിതരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന രീതിയിലൊരു സ്വകാര്യമായ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് മറ്റാളുകൾക്ക് പ്രവേശനമില്ല. അവരുടെ മാത്രം സ്വകാര്യമായ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്.